മുത്തുനബിയെ പരീക്ഷിക്കാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര പോയ ഒരു ജൂതൻ്റെ കഥയുണ്ട്. ദിവസങ്ങളോളമുള്ള യാത്രക്കൊടുവിൽ മദീനയിലെ ഒരു മലഞ്ചെരുവിൽ അദ്ദേഹം എത്തുകയാണ്. അവിടെ പ്രവാചകരും സംഘവും ഒരു യുദ്ധത്തിന് പോകുന്നതിന് വേണ്ടി തമ്പടിച്ചിരിക്കുന്നു. ആ പുരോഹിതൻ അവർക്കിടയിൽ ആകാംക്ഷയോടെ മുത്തുനബിയെ തിരയാൻ തുടങ്ങി. പെട്ടെന്നാണ് കുറച്ച് അപ്പുറത്ത് ഒരു മരത്തണലിൽ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ വൃദ്ധരും യുവാക്കളും കുട്ടികളുമടങ്ങുന്ന ഒരു സംഘവുമായി സംസാരിച്ചിരിക്കുന്നത് കാണുന്നത്. താൻ അന്വേഷിച്ചു വന്ന പ്രവാചകൻ ആ ചെറുപ്പക്കാരനാണെന്ന് മനസ്സിലായ പുരോഹിതൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി. തങ്ങളുടെ അധ്യാപനവും സ്വഹാബത്തിൻ്റെ പ്രതികരണവും അച്ചടക്കവുമെല്ലാം പുരോഹിതനെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. നേതാവ് തമാശകൾ പറയുന്നു, അനുയായികൾ ചിരിക്കുന്നു. ഓരോരുത്തരെയും പരിഗണിച്ചുള്ള അധ്യാപനം. എല്ലാവരുടെയും മുഖത്ത് സന്തോഷം ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നു. തൻ്റെ അനുയായികളെ ഇത്രയേറെ സ്നേഹിക്കുന്ന, എല്ലാവരോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു നേതാവിനെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. പുരോഹിതൻ്റെ മനസ്സും കണ്ണും നിറഞ്ഞു. എന്തിനാണ് താൻ വന്നത് എന്ന് പോലും അദ്ദേഹം മറന്നുപോയി. മാറി നിൽക്കുന്ന അതിഥിയെ കണ്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ചെന്നു. പുഞ്ചിരിച്ചുകൊണ്ട് ഹസ്തദാനം ചെയ്ത് അദ്ദേഹത്തെ സ്വീകരിച്ചു. മുത്തുനബിയുടെ ആ സുന്ദരമായ സ്വഭാവത്തിൻ്റെ സൗന്ദര്യം കണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണുണ്ടായത്.